പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ശക്തി നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ചൈനയെ പോലും വിറപ്പിക്കുന്ന ഒരു വജ്രായുധമാണ് ഇപ്പോൾ ഇന്ത്യ അണിയറയിൽ ഒരുക്കുന്നത്: ഹാമർ. ലോകത്തിലെ ഏറ്റവും മികച്ച ബങ്കർ ബസ്റ്റർ മിസൈലുകൾ. അതിർത്തിയിലെ വെല്ലുവിളികൾക്ക് മറുപടിയായി വ്യോമസേനയ്ക്ക് കരുത്തേകാൻ റഫാൽ യുദ്ധവിമാനങ്ങളിലും ബ്രഹ്മാസ്ത്രമായ ഹാമർ മിസൈലുകൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും. ചൈനയെ വിറപ്പിച്ച ആയുധം നമ്മുടെ മണ്ണിൽ പിറക്കുന്നതോടെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ നിരയായി ഇന്ത്യ മാറുകയാണെന്നതിന്റെ വലിയ സൂചനയാണ് ഇത്. ഈ മാറ്റമാണ് പുതിയ ഇന്ത്യയുടെ ശക്തി. ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസുമായി ചേർന്ന് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡാണ് മിസൈൽ നിർമ്മാണത്തിനുള്ള നിർണായകമായ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ലഡാക്ക് സംഘർഷ സമയത്ത് ചൈനീസ് ബങ്കറുകളെ തകർക്കാൻ ഇന്ത്യ അടിയന്തരമായി ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ മിസൈലുകളാണ് ഇവ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി സാങ്കേതികവിദ്യ കൈമാറുന്നതോടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത്. മിസൈൽ നിർമ്മിക്കാനായി ഇരു സ്ഥാപനങ്ങൾക്കും 50% വീതം പങ്കാളിത്തമുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിക്കും. വ്യോമസേന ഉപയോഗിക്കുന്ന റഫാൽ യുദ്ധവിമാനങ്ങളിലും നാവികസേന വാങ്ങുന്ന റഫാൽ നേവൽ വിമാനങ്ങളിലും പുതിയ ഹാമർ മിസൈലുകൾ ഘടിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശത്രുക്കളുടെ മേൽ ചുറ്റിക പോലെ പതിക്കുന്ന പ്രഹരശേഷിയാണ് ഹാമറിന്റെ പ്രത്യേകത. ഹെലി അജൈൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഹാമർ എന്നത്. സാങ്കേതികമായി ഇതൊരു മിസൈലിനേക്കാൾ ഉപരി സാധാരണ ബോംബുകളെ സ്മാർട്ട് ബോംബുകളാക്കി മാറ്റുന്ന ഒരു കിറ്റാണ് എന്ന് പറയാം. 250 കിലോ മുതൽ 1000 കിലോ വരെ ഭാരമുള്ള ബോംബുകളിൽ ഈ കിറ്റ് ഘടിപ്പിക്കുന്നതോടെ അവ കൃത്യതയാർന്ന മിസൈലുകളായി മാറുന്നു. ഇനി ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 70 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഹാമറിന് സാധിക്കും. അതായത് ശത്രുരാജ്യത്തിന്റെ വ്യോമപരിധിയിൽ കടക്കാതെ തന്നെ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ആക്രമണം നടത്താം. ഹ്രസ്വദൂര മിസൈലാണെങ്കിലും ഹാമറിന്റെ പ്രഹരശേഷി അപാരമാണ്. പാറകൾ തുരന്നും കോൺക്രീറ്റ് ബങ്കറുകൾ തകർത്തും ആഴത്തിൽ പ്രഹരമേൽപ്പിക്കാൻ സാധിക്കുന്ന ആധുനികമായ ആയുധം. അതിർത്തിയിലെ മലമ്പ്രദേശങ്ങളിലും പർവ്വത മേഖലകളിലും ഒളിച്ചിരിക്കുന്ന ശത്രുതാവളങ്ങളെ നശിപ്പിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത. അതായത് ലക്ഷ്യം നിശ്ചയിച്ച് തൊടുത്തുവിട്ടാൽ പിന്നെ പൈലറ്റിന് അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. മിസൈൽ സ്വയം ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കും. ഏതു കാലാവസ്ഥയിലും കൃത്യതയോടെയുള്ള ലക്ഷ്യം ഹാമറിന്റെ പ്രത്യേകതയാണ്. GPS, ഇൻഫ്രാറെഡ്, ലേസർ ഗൈഡൻസ് സംവിധാനങ്ങളുള്ളതിനാൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മോശം കാലാവസ്ഥയിലും കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ ഇവയ്ക്ക് സാധിക്കും. മലനിരകളിലെ ബങ്കറുകളും ഉറപ്പേറിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും തകർക്കാൻ ഇതിന് പ്രത്യേകം കഴിവുണ്ട്. ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിൽ ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്നതും ഈ കഴിവാണ്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങളിലാണ് ഹാമർ ഉപയോഗിക്കുന്നത്. പുതിയ കരാർ പ്രകാരം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഹാമർ മിസൈലുകൾ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനങ്ങളിലും ഘടിപ്പിക്കും. ഇതോടെ തേജസിന്റെ ആക്രമണശേഷി 10 മടങ്ങ് വർദ്ധിക്കും. വ്യോമസേനയ്ക്ക് പുറമെ നാവികസേനയ്ക്കും ഈ മിസൈൽ സംവിധാനം ലഭ്യമാക്കും. മലനിരകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ കൃത്യമായി തകർക്കാൻ കഴിയുന്ന ഹാമർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നത് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലെ നാഴികക്കല്ലായാണ് കണക്കാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈലായ ബ്രഹ്മോസ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ വലിയ കരുത്താണ്. എന്നാൽ ഹാമർ ഒരു സ്മാർട്ട് ബോംബ് കിറ്റാണ്. ഇതിന് ബ്രഹ്മോസിന്റെ വേഗതയില്ലെങ്കിലും കൃത്യത അവിശ്വസനീയമാണ്. എതിരാളികൾ ഒളിച്ചിരിക്കുന്ന പാറക്കെട്ട് അല്ലെങ്കിൽ ബങ്കറിന്റെ കവാടം കൃത്യമായി തകർക്കാൻ കഴിയുന്ന മാരകായുധം. ബ്രഹ്മോസ് എന്ന റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു വൻ ശക്തിയായി നമ്മൾ മാറുന്നതിനൊപ്പം തന്നെ ഹാമറിലൂടെ ഫ്രഞ്ച് സാങ്കേതികവിദ്യയും സ്വന്തമാക്കുകയാണ് ഇന്ത്യ. ഇത് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള ഏത് ആഗോള പ്രതിസന്ധിയിലും ഇന്ത്യയുടെ ആയുധ ലഭ്യതയെ സുരക്ഷിതമാക്കുമെന്നാണ് വിലയിരുത്തൽ.